എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് മെയ് മാസം ആരംഭിച്ചിരുന്നുവെങ്കിലും 1-ാം തീയതിയും പിന്നീട് ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിയൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ ബാങ്ക് സജീവമാകുകയാണ്. ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഈ മാസം കൂടുതൽ അവധികളില്ല. 27-ാം തീയതി ബലിപെരുന്നാൾ അവധി ഒഴിച്ചു കഴിഞ്ഞാൽ 4-ാം ശനിയാഴ്ചയും 4 ഞായറാഴ്ചയും അവധിയുണ്ട്. ഈ മാസം 5 ഞായറാഴ്ചയാണ് വരുന്നത്. കഴിഞ്ഞ റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താത്തതുകൊണ്ട് തന്നെ ഈ മാസത്തെ EMI-യിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. കൃത്യമായിട്ടുള്ള അടവുകൾ തന്നെയാണ് ഈ മാസം പോയിട്ടുണ്ടാകുക. ബാങ്ക് KYC ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും ചെയ്യാത്ത ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ട് ഉണ്ട് എങ്കിലും KYC മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിലും കൃത്യമായിട്ട് അത് ചെയ്യുക. ഇല്ല എങ്കിൽ സർക്കാരിൽ നിന്നും ലഭിക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ അടക്കം മുടങ്ങുന്നതാണ്. PM കിസാൻ സമ്മാൻ നിധി, തൊഴിലുറപ്പ് വേതനം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ടാകും. ഫാസ്ടാഗ് വിവരങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി നിർണായക നീക്കവുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫാസ്ടാഗുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വാഹന രജിസ്ട്രേഷൻ നമ്പറുകൾ കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ഫാസ്ടാഗുകൾ വിതരണം ചെയ്യുന്ന ബാങ്കുകൾക്ക് അതോറിറ്റി കർശന നിർദ്ദേശം നൽകി. തെറ്റായതോ നിലവിൽ ഇല്ലാത്തതോ ആയ രജിസ്ട്രേഷൻ നമ്പറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാസ്ടാഗുകൾ ഉടൻ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും നിർദ്ദേശമുണ്ട്. ബാങ്കുകളുടെ ഓരോ ഫാസ്ടാഗും ബന്ധപ്പെട്ട വാഹനത്തിൻ്റെ വിവരങ്ങളുമായി ഒത്തുനോക്കണം. വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റും ഫാസ്ടാഗ് വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എങ്കിൽ ആ ടാഗുകൾ റദ്ദാക്കും. പഴയ ഫാസ്ടാഗുകൾ പലതും വാഹൻ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കുന്നതിന് മുമ്പ് നൽകിയതാണ്. ഇവയിലെ മാനുഷികമായ തെറ്റുകൾ തിരുത്തുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. അക്കൗണ്ട് ഉടമകൾക്ക് മുന്നറിയിപ്പുമായി പഞ്ചാബ് നാഷണൽ ബാങ്ക്. കഴിഞ്ഞ 3 വർഷമായി യാതൊരു ഇടപാടും നടത്താത്ത അക്കൗണ്ട് ഉടമകൾക്കാണ് ബാങ്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചക്കകം അക്കൗണ്ട് സജീവമാക്കാൻ ആവശ്യമായ നടപടികൾ ഉടമകൾ സ്വീകരിച്ചില്ല എങ്കിൽ ഏപ്രിൽ 15-ന് ശേഷം ഇത്തരം അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്ന നടപടി ആരംഭിക്കും എന്നാണ് മുന്നറിയിപ്പ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായി നിഷ്ക്രിയമായതും നിലവിൽ 0 ബാലൻസ് ഉള്ളതുമായ അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഈ നടപടി ബാധകമാകുക എന്നും ബാങ്കിൻ്റെ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു. അത്തരം അക്കൗണ്ടുകൾ സജീവമാക്കാൻ ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ബാങ്ക് വിവരം പങ്കുവച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വീണ്ടും സജീവമാക്കാമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിനായി അടുത്തുള്ള PNB ബ്രാഞ്ച് സന്ദർശിച്ച് KYC നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ട് സജീവമാക്കാനാണ് ബാങ്കിന്റെ നിർദ്ദേശം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സജീവമായിട്ടില്ല എങ്കിൽ മുൻകൂട്ടി അറിയിക്കാതെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യപ്പെടാം എന്നും ബാങ്ക് വ്യക്തമാക്കി. ലളിതമായ KYC അപ്ഡേഷൻ വഴിയോ അല്ലെങ്കിൽ അക്കൗണ്ട് ഇടപാടുകൾ നടത്തുന്നതിലൂടെയോ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഒഴിവാക്കാം എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നിഷ്ക്രിയമായ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടപടി എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചു. റിസർവ് ബാങ്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. ഓൺലൈൻ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന് പുതിയ സംവിധാനവുമായി റിസർവ് ബാങ്ക്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഓൺലൈൻ പണമിടപാടുകൾ 1 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഏർപ്പെടുത്തുന്നതിന് അടക്കം മാറ്റങ്ങളാണ് RBI പരിഗണിക്കുന്നത്. ഇവ പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി മെയ് 8 വരെ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടും. ഇതിലുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം കൂടി പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. രാജ്യത്ത് ഡിജിറ്റൽ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ നീക്കങ്ങൾ RBI സജീവമാക്കുന്നത്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ ഇടപാടുകൾക്കും കൂൾ ഓഫ് പീരീഡ് അഥവാ വെയിറ്റിംഗ് ടൈം ഏർപ്പെടുത്തും. അതുവഴി ഈ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന് ഇടപാട് റദ്ദാക്കാൻ അവസരം ലഭിക്കും. പണം അയച്ചു കഴിഞ്ഞാലും 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ സ്വീകരണകർത്താവിന് എത്തുകയുള്ളൂ എന്ന് വ്യക്തം. ഈ 1 മണിക്കൂറിനുള്ളിൽ ഉദ്ദേശിക്കുന്ന ആളിലേക്ക് തന്നെയാണ് പണം എത്തുന്നത് എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ ഉപഭോക്താവിന് സാധിക്കും. ഏതെങ്കിലും തരത്തിൽ ഇടപാട് തട്ടിപ്പാണ് എന്ന് സംശയം തോന്നിയാൽ അത് ക്യാൻസൽ ചെയ്യാനും 70 വയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് വിശ്വസ്ത ഇടനിലക്കാരൻ്റെ അനുവാദം നിർബന്ധമാക്കുന്നതുമാണ് RBIയുടെ പരിഗണനയിലുള്ള മറ്റൊരു നിർദ്ദേശം. പ്രായമായവർ തട്ടിപ്പിന് ഇരയാകാതിരിക്കാനാണിത്.
മർച്ചൻ്റ് പേയ്മെൻറ്റ്, ഓട്ടോ ചെക്ക് ഇടപാടുകൾ എന്നിവയെ ഇതിൽ നിന്നും ഒഴിവാക്കും. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് മാത്രമാകും നിബന്ധന. കിൽ സ്വിച്ച് എന്ന സംവിധാനവും പരിഗണനയിലുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകളിൽ പെട്ടെന്ന് സംശയം തോന്നിയാൽ ഒറ്റ ബട്ടണിൽ ഞെക്കിയാൽ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിലുള്ള എല്ലാ ഓൺലൈൻ ഇടപാടുകളും ഒറ്റയടിക്ക് മരവിപ്പിക്കാൻ ഈ സംവിധാനം വഴി സാധിക്കും എന്ന് RBI അധികൃതർ സൂചിപ്പിച്ചു. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.